സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ പേജ് കണക്ട് ചെയ്തു ആൻഡ് നമ്മൾ ആ പേജിലേക്ക് ജസ്റ്റ് ഒരു HTML ആഡ് ചെയ്തു. സോ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ PHP ആണല്ലോ വർക്ക് ചെയ്യണം. സോ ജസ്റ്റ് ഒരു മെയിൻ HTML ആഡ് ചെയ്തു. ലൈക്ക് ഓക്കെ ദാറ്റ് ഈസ് ആൻ എറർ. ഓക്കെ അത് മൈ മിസ്റ്റേക്ക്. ഓക്കെ സോ ഞാനൊരു ജസ്റ്റ് ഒരു HTML സ്റ്റൈൽ കൊടുത്തു നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. സാധാരണ HTML നാവിഗേഷൻ ബാർ, ജസ്റ്റ് ഹെഡിങ്, ജസ്റ്റ് 2 പാരഗ്രാഫ്, ഡിസ്ക്രിപ്ഷനും ബോഡി കൊടുക്കാനായിട്ടുള്ള പാരഗ്രാഫ് ടാഗ്സ്. സോ നമുക്ക് ഇനി ഇതിലേക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു കാര്യം കൂടെ ചെയ്തേക്കട്ടെ. എന്തായാലും ഓക്കെ ഇത്തിരി കൊണ്ട് നൈസ് ആക്കാനായിട്ട് ഒരു മാർജിനും കൂടെ ഇട്ട് കൊടുത്തോട്ടെ. ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നമ്മളുടെ ID കൊണ്ടുവരണം അല്ലേ. നമ്മുടെ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മുടെ ബ്ലോഗ് അല്ലേ. നമ്മ ഇവിടെ ഓക്കെ ഇവിടെ href എന്ന സാധനത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലിങ്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ID കൊടുക്കണം അല്ലേ. നമ്മുടെ ഡോക്യുമെന്റ് ബ്ലോഗിന്റെ ID എന്താണെന്ന് കൊടുക്കണം അല്ലെ. ID വെച്ചിട്ടാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ അത് കൊടുക്കാന്ന് പറഞ്ഞ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $ID ഈക്വൽ ടു ദെൻ നമ്മുടെ എന്താണ് ID അത് കൊടുക്കുക. ഓക്കെ സോ ഇവിടെ വെയിറ്റ് ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടെ നൈസ്. ID ഈക്വൽ ടു ഓക്കെ ദെൻ ID ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് കൊടുക്കാം. ഓക്കെ ഐ തിങ്ക് ഓക്കെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ID കൊടുക്കാം. ദെൻ നമുക്ക് ഈ ID ഇവിടെ കൊടുക്കാനായിട്ട് ഇവിടെ PHP കോഡ് അടിക്കണം. PHP സോ ആൻഡ് ID ഓക്കെ എക്കോ ID കൊടുത്തു. ഓക്കെ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിറ്റി സിമ്പിളാണ്. നിങ്ങൾ ഗെറ്റ് മെത്തേഡ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗെറ്റിൽ എങ്ങനെ ഡാറ്റ പോയിരുന്നു. ക്വസ്റ്റ്യൻ ദെൻ നമ്മളുടെ ഗെറ്റിൻ്റെ ആ വേരിയബിൾ അല്ലെങ്കിൽ നമ്മളുടെ ഫോമിൽ നമ്മൾ നെയിം കൊടുത്ത ആ സാധനം ഈക്വൽ ടു നമ്മുടെ വാല്യൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് ആൻഡ് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഫോമിൻ്റെ നെയിം പിന്നെ വാല്യൂ അങ്ങനെയായിരുന്നു നമ്മൾ ഗെറ്റിലെ ഡാറ്റ പാസ് ചെയ്തത് URL തന്നെ. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വട്ടം ഫോം യൂസ് ചെയ്യാണ്ട് നമ്മൾ നേരെ URLിലേക്ക് കോഡ് എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ സോ നമുക്ക് നോക്കാം സെയിം രീതിയിലാണ് നമ്മുടെ URL അപ്പുറത്തേക്ക് കിട്ടുന്നത്. നോക്കാം കണ്ടില്ലേ. ഓക്കെ ഐ ആം ദ ഗ്രേറ്റ് ID ആണല്ലോ ഞാൻ നെയിം എന്ന് കൊടുത്തത്. അതാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. ഓക്കെ സോ ഞാൻ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഓക്കെ IDയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ID ഈക്വൽ ടു 1. നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ URL ബ്ലോഗ് വ്യൂ $ID ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വന്നു അല്ലേ. ഞാൻ അടുത്ത ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ID ഈക്വൽ ടു 3. നമ്മുടെ ഡാറ്റാബേസിൽ ഏതാണ് നമ്മുടെ ID, നമ്മുടെ ബ്ലോഗിൻ്റെ ID ഏതാണ് അത് നമുക്ക് ഇപ്പോൾ URLിലേക്ക് ഇപ്പുറത്തേക്ക് കിട്ടി. ഇനി പ്രിറ്റി സിമ്പിളാണ്. കാരണം നമുക്ക് ID കിട്ടി. നമ്മൾ ഗെറ്റ് മെത്തേഡ് വെച്ച് ഡാറ്റ ആക്സസ് ചെയ്യാം, അത് വ്യൂ ചെയ്യാം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ടാസ്കും ഇല്ല. നമുക്ക് അതൊന്ന് നോക്കാം. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റി സിമ്പിൾ. അവിടെ ബ്ലോഗ് വ്യൂവിൽ വരാം. ഇവിടെ ഇഫ് നമ്മൾ നേരത്തെ ഞാൻ അന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെക്ക് ചെയ്യണം ഡാറ്റ വന്നിട്ടുണ്ടാകുന്നുള്ള. നമ്മൾ ക്രിയേറ്റിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ആ സെയിം സംഭവം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ഇഫ് set ഓക്കെ ദെൻ ഗെറ്റ് ID എന്നല്ലേ നമ്മൾ കൊടുത്ത. സോ ID ഉണ്ടെങ്കിൽ ഇതിലേക്ക് കോഡ് വരാം. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ഓക്കെ and PHP ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോഡ് ബേൺ ചെയ്യിപ്പിക്കാം, എഴുതാം.
ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ആക്സസ് ചെയ്യണം. ഡാറ്റ ആക്സസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫസ്റ്റത്തെ MySQL കണക്ട്, സെയിം URL, സെയിം MySQL കണക്ട്. ഓക്കെ, സോ നമ്മൾ MySQL കണക്ട് യൂസ് ചെയ്തു. ഓക്കെ, MySQL വെയിറ്റ്, ഇവിടെയും ഓക്കെ, MySQL കണക്ട് ചെയ്തു. ഇനി MySQL കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ് വേണ്ടത്? സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ കൊറി. നമ്മുടെ കൊറിയും നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. സോ ഒരു കാര്യം കൂടെ, കൊറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് സ്റ്റാർ ഫ്രം ബ്ലോഗ് പോസ്റ്റ് കഴിഞ്ഞാൽ ബ്ലോഗ് പോസ്റ്റ് ടേബിളുള്ള എല്ലാ ഡാറ്റയും കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ആ ID1 അല്ലെങ്കിൽ ID2 ആ പർട്ടിക്കുലർ ID ഉള്ള ഡാറ്റ മാത്രം നമുക്ക് മതി അല്ലേ? അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് വേണ്ടത്. അതാണ് നമ്മുടെ ഐഡിയ. ചിലപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യും നമ്മൾ ഡാറ്റ ഫുൾ എടുത്തിട്ട് പിന്നെ വേറോ ഇഫോ ഫോറോ എന്തെങ്കിലും ഇട്ടൊരു കോഡ് എഴുതി ചെയ്യാലോ, ഫിൽട്ടർ ചെയ്തെടുക്കാലോ എന്ന് ചോദിക്കും. ബട്ട് നമുക്ക് MySQL തന്നെ അതിനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും MySQL. സോ നമുക്ക് അത് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ വെയർ നമ്മുടെ ID ഈക്വൽ ടു നമ്മുടെ ഗെറ്റിലുള്ള ID നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. സോ ID ഈക്വൽ ടു ഗെറ്റ് ID ജസ്റ്റ് എഴുതി ഇത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ID വെരി സിമ്പിൾ, ജസ്റ്റ് സ്പെസിഫൈ ചെയ്തു. ഇനി നമുക്ക് അത് എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് സാധാരണ ഇവിടെ ചെയ്ത പോലെ ഇഫ് ഡാറ്റ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നാലും ചെക്ക് ചെയ്തോണം. ഇഫ് ഇൻ കേസ് ഡാറ്റ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പോലും എറർ അടിക്കാൻ പാടാത്തതുകൊണ്ട് എന്തായാലും ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ. ഓക്കെ, സോ നമ്മൾ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ഡാറ്റ ഉണ്ടെങ്കിൽ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. ഈ കേസിൽ ഒരു വട്ടം വൈൽ ലൂപ്പ് എന്തായാലും വർക്ക് ചെയ്യുള്ളൂ, കാരണം ഒരു ഡാറ്റയേ ഉള്ളൂ, ID യൂണീക്ക് ആണല്ലോ. സോ കുഴപ്പമില്ല. ഓക്കെ, വൈൽ ലൂപ്പ് വർക്ക് ചെയ്യും. നമുക്ക് വൈൽ ലൂപ്പിൻ്റെ ക്ലോസിങ് ബ്രാക്കറ്റ്സ് വേണമല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ. സോ നമ്മുടെ ക്ലോസിങ് ബ്രാക്കറ്റ്സ് ഈ P കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൊടുക്കാം. ഓക്കെ, സോ ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്തു, ഇഫ് ക്ലോസ് ചെയ്തു, എൽസ് ക്ലോസ് ചെയ്തു, ആൻഡ് ഈ സെറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ നോക്കുന്നു, നമുക്ക് ജസ്റ്റ് നോക്കാം ഡാറ്റ വ്യൂയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന്. നോ എറർ, ഒറ്റവട്ടം വൈൽ വർക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഓക്കെ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ, നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. നമ്മൾ ജസ്റ്റ് ഈ നെയിം, ഡിസ്ക്രിപ്ഷൻ, ദെൻ ഒരു ഫീൽഡും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി ബ്ലോഗ് എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാം പ്രിറ്റി സിമ്പിളായിട്ട് ബ്ലോഗ് ആവും. നെയിം, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ബോഡി, ദെൻ ഡിസ്ക്രിപ്ഷൻ, നെയിം. ഓക്കെ, കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലോഗ് കൊടുക്കാം. വെരി സിമ്പിൾ. നമ്മൾ ബ്ലോഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നോക്കിക്കോ, കണ്ടില്ലേ UI വെരി സിമ്പിളായിട്ട് UI. നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഡാറ്റ വ്യൂ ആവും. ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഡാറ്റ വ്യൂ ആവും, സെക്കൻഡ് പോയി കഴിഞ്ഞാൽ ഡാറ്റ വ്യൂ ആവും. അതിന് ബ്ലോഗ് നമ്മൾ കൊടുത്തില്ല സെക്കൻഡിന് അല്ലേ, നോക്കിയാൽ മതി. കണ്ടില്ലേ ഇവിടെ ഡമ്മി ബ്ലോഗിൽ ഡാറ്റ ഉണ്ടായില്ല, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാട്ടിയത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ വ്യൂ ആവും. ഈസി മെത്തേഡ്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ബ്ലോഗിനെ ഫ്രണ്ട് എൻഡ് ചെയ്ത്. ഇനി നമുക്ക് വർക്ക് ഉണ്ട്, ലൈക്ക് അഡ്മിൻ പാനലിൽ കുറച്ച് ഡാഷ്ബോർഡിൽ കുറച്ച് പണിയുണ്ട്, ലൈക്ക് എഡിറ്റ്, ഡിലീറ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതേപോലെ ഒറ്റ യൂസറിൻ്റെ ഇതിലായിരുന്നു നമ്മൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ലൈക്ക് ഡാഷ്ബോർഡിൻ്റെ ഡാറ്റ വ്യൂ ചെയ്യുന്നത്. മൾട്ടി യൂസർ ആകുമ്പോൾ കുറച്ച് ഡിഫറൻസ് ചേഞ്ചസ് വേണം, അത് നമ്മുടെ ഡാറ്റാബേസിലും വേണം, ഡാഷ്ബോർഡിലും വേണം. സോ നമുക്ക് അടുത്ത സെക്ഷൻ അതായിരിക്കും നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. കാരണം ഇത്തിരി കൂടിയും കോമ്പസ് MySQL query അവിടെ കൊടുക്കും നമ്മൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, നത്തിങ് ടു ഫിയർ അബൌട്ട്. ഭയങ്കര ടഫ് ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ MySQL queryയിൽ. ഓക്കെ, സോ താങ്ക് യു.